ഈ നാട്ടിൽ ഈ ഇന്ത്യയിൽ എല്ലാവർക്കും അവരുടെ വിശ്വാസവും അവരുടെ ഫെസ്റ്റിവൽസും ആഘോഷിക്കാൻ എല്ലാവിധ അവകാശമുണ്ട്. അതാണ് നമ്മുടെ ഭരണഘടനയും കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഭരണഘടനയും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എതിരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെതിരെ നടപടി എടുക്കണം. അതല്ല ഫാക്ട്. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വിവാദമാക്കുകയല്ല, അതിന് പൊളിറ്റിക്കൽ അവസരമാക്കി മാറ്റുകയല്ല, അവരെതിരെ കേസ് ഫയൽ ചെയ്യണം. അത് ഞങ്ങളുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ 100% അതിന് TV ക്യാമറയുടെ മുമ്പിൽ പോയി വിവാദമാക്കാനല്ല ഞങ്ങൾ ശ്രമിക്കുന്നത്. അവരെ പിടിച്ച് ജയിലാക്കാനോ അല്ല അവരെ അഗേൻസ്റ്റ് കേസ് ഫയൽ ചെയ്യണം. അതല്ലേ നമ്മളെല്ലാവരും കടുമ. പബ്ലിക് ലൈഫിലുണ്ടെങ്കിൽ തെറ്റ് ചെയ്യുന്നവരെ കണ്ട് മനസ്സിലാക്കി അവരെതിരെ കേസ് ഫയൽ ചെയ്യണം. അതിനെ കൊണ്ടുവന്ന് ഇവിടെ വിവാദമാക്കി ജനങ്ങളുടെ നടുവിൽ ഒരു വിഭജനം കൊണ്ടുവരാൻ ഒരു ശ്രമം അതാണോ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെയല്ല ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ജയിലുകൾ നിറയും, പിന്നെയും ജയിലുകൾ ഉണ്ടാക്കേണ്ടി വരും. അത്രമാത്രം സംഘപരിവാറുകളാണ് അവിടെ ക്രിസ്ത്യൻസിന് നേരെ 2-3 ദിവസങ്ങളായിട്ട് അക്രമം അഴിച്ചുവിട്ടത് എന്നുള്ളതാണ്. ക്രിസ്ത്യൻ സഭകളിലേക്കും പള്ളികളിലേക്കും ക്രിസ്തീയ മതവിശ്വാസ പ്രകാരം അത് ആഘോഷിക്കുന്ന ആളുകളുടെ ഇടയിലേക്കും കയറി ചെന്ന് വടിയും കുന്തവും ഏന്തി തല്ലി തകർക്കുന്ന ആ വൃത്തികെട്ട സംഘികളെ ജയിലിൽ അടച്ചാൽ ജയിൽ തികയാതെ വരും. അത്രമാത്രം വൃത്തികേടുകൾ അവർ ചെയ്തു കൂട്ടുന്നുണ്ട്. ഈ ഇന്ത്യ എന്ന മഹാരാജ്യം കണ്ടതിലെ ഏറ്റവും വൃത്തികെട്ട ഭരണം ഇന്ന് BJPയുടേതാണ് എന്ന് പറയേണ്ടി വരും. എന്ന് അധികാരത്തിൽ വന്നോ അന്ന് മുതൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഇവർ കയറൂരി വിട്ടിരിക്കുന്ന ഒരു കൂട്ടം ചെന്നായ്ക്കളുണ്ട്. അവർ വന്ന് ബീഫിന്റെ പേര് പറഞ്ഞ് ആദ്യം മുസ്ലിങ്ങളെ തല്ലി, അത് കഴിഞ്ഞ് പള്ളിക്കടിയിൽ അമ്പലമാണെന്ന് പറഞ്ഞ് പള്ളി തകർത്ത് കയ്യേറി, അത് കഴിഞ്ഞ് ഇപ്പോ ക്രിസ്ത്യൻസിന്റെ നേരെയും കൈയോങ്ങിയിട്ടുണ്ട്. ചില സംഘികൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്താണ് ക്രിസ്ത്യൻസിനോട് അല്ലാത്ത ഇഷ്ടമെന്ന്? ഞങ്ങൾക്ക് ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രൈസ്തവനെന്നോ എന്നൊന്നുമില്ല, ഞങ്ങൾക്ക് എല്ലാവരോടും ഇഷ്ടം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളെ പോലെയുള്ള ആളുകളെങ്കിലും സംസാരിക്കുന്നത്. ചില സംഘികളായിട്ടുള്ള യൂട്യൂബർമാരുണ്ട്, അവർ നിരന്തരം പറയുന്ന വാക്കുകളുണ്ട്. ഇവിടെ മാധ്യമങ്ങൾ കാണിക്കുന്ന വാർത്തകളെല്ലാം നുണയാണ് എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഞാൻ ഇപ്പോ ഒരു നാഷണൽ ന്യൂസ് കാണിക്കാം, ഇത് നുണയാണെന്ന് പറയരുത്. The videos of Christian groups in different parts of the country, particularly in tribal parts, being browbeaten, threatened, even assaulted by self-styled Hindu vigilante groups reveals just what the normalization of the hateful propaganda, some of which you heard on the show today, can do to a civil society. Christmas, my friends, is a festival of joy, celebrated in India and across the world with good cheer. To then target a minority within a minority in this country with such impunity exposes a mindset that to me is bigoted and anti-constitutional. മതേതര രാജ്യം, ജനാധിപത്യ രാജ്യം, കാർത്തിച്ച് തുപ്പാൻ തോന്നുന്നുണ്ട്. അത് പറയുമ്പോൾ തന്നെ വിഷമമുണ്ട് എന്നുള്ളതാണ്. ഇഷ്ടമുള്ള ആചാരങ്ങൾ ആചരിക്കാൻ, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ എല്ലാം അവകാശമുള്ള ഈ നാട്ടില് ക്രൈസ്തവർക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റില്ല, മുസ്ലിങ്ങൾക്ക് ബീഫ് കഴിക്കാൻ പറ്റില്ല. ഇതൊക്കെ അവർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് ഹിന്ദു രാജ്യമാണെന്ന് ആക്രോശിച്ചുകൊണ്ട് ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികളും തല്ലി തകർത്ത അതിന്റെ മുകളിൽ ഒറ്റക്കാലിൽ തപസ്സിരിക്കാനാണോ സംഘികളെ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നടക്കാൻ പോകുന്നില്ല. ഇവിടെ ശക്തമായിട്ട് തന്നെ നമ്മുടെ പ്രതിഷേധങ്ങൾ അറിയിക്കുക തന്നെ വേണം. നമ്മുടെ കേരളത്തില് ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യനെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയും അവർ പെടാപ്പാടുപെടുന്നതും നമ്മൾ കാണുന്നുണ്ട്. അങ്ങ് പാലക്കാട് 13 വയസ്സുള്ള പയ്യന്മാര് കരോൾ ആഘോഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ CPIMകാരാണെന്ന് പറഞ്ഞുകൊണ്ട് തല്ലി തകർത്തതിനെ ഇവിടെ കുറച്ച് ക്രിസംഗികൾ പറഞ്ഞ വാക്കുണ്ട്, കള്ളു കുടിച്ച് കൂത്താടിയാൽ പിന്നെ ഞങ്ങൾ തല്ലാതിരിക്കില്ല എന്നുള്ളത്. എന്ത് വിരോധാഭാസമായിട്ടുള്ള കാര്യമാണ്. ആ ചെറിയ പിള്ളാരെയാണ് ക്രിസംഗികൾ അങ്ങനെ പറയുന്നത്. കൊള്ളാമല്ലേ? അതിനിടയിൽ VT സതീശനും ഒരു വാക്ക് പറഞ്ഞു, വളരെ സങ്കടം തോന്നിയത് കേട്ടപ്പോ. ആൾക്കൂട്ടം വർദ്ധിച്ചു എന്നാണ് ഞാൻ കേട്ടത്, അവിടെ BJPയുടെ പേര് കേട്ടില്ലല്ലോ എന്നുള്ളത്. ഈ മൗന സമ്മതങ്ങൾ ഉണ്ടല്ലോ, അത് എത്ര വലിയ അപകടം ഉണ്ടാക്കുമെന്ന് വരും വർഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. കേരളം ഒഴികെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ BJP പടർന്ന് പന്തലിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ന്യൂനപക്ഷങ്ങൾ അവരുടെ കാലിനടിയിൽ കിടന്ന് പിടയുന്നത്. നമുക്കത് വേണമെന്നാണ് ഒരു കൂട്ടം ആളുകൾ ആഗ്രഹിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണല്ലോ ചില ക്രിസംഗികളും മുസംഗികളും സംഘികളും ഇതിന് വെമ്പ് കൊള്ളുന്നത്. ഇനി ഇത്രയും നാള് സംഘികളെ മണിയടിച്ച് ജീവിച്ചിരുന്ന സാമുവൽ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ വാക്കുകൾ മാറ്റി പറയുന്നത് കേൾക്കാം. ന്യൂനപക്ഷങ്ങൾക്ക് സേഫ്റ്റി ഇല്ല, അവർക്കൊരു വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അവിടെ സംഘപരിവാറും ബജരാംഗളും RSSും ഇടിച്ചു കയറുന്നു, പ്രശ്നമുണ്ടാക്കുന്നു. അതേപോലെ അതിനു മുമ്പ് ഇന്ത്യയില്
മുസ്ലിം കമ്മ്യൂണിറ്റിയെ ബീഫിന്റെ പേരിൽ, ഞാനത് ഗ്രൗണ്ടിൽ പോയി പലതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എത്ര പേരാണ് കൊല്ലപ്പെട്ടത്, എത്ര പേരെയാണ് ക്രൂരമായിട്ട് ആക്രമിച്ചത്. ആ സമയത്തൊന്നും ഇയാളൊന്നും മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പൊ കിടന്ന് കരയുന്നത് ക്രിസ്ത്യാനികൾക്ക് നേരെയും അവർ വിരൽ ചൂണ്ടി അല്ല, ആ ദണ്ട് കൊണ്ട് അവരുടെ തലമണ്ടടിച്ച് പൊളിച്ചു. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇന്ന് മാത്യു സാമുവൽ എന്ന് പറയുന്ന ഈ വ്യക്തി സംസാരിക്കുന്നത്. അന്ന് BJPക്ക് വേണ്ടിയിട്ട് ഘോര പ്രസംഗങ്ങൾ നടത്തി യൂട്യൂബിൽ അന്നം വാങ്ങി ജീവിച്ചവനാണ് ഇവൻ. ഇന്ന് വാക്ക് മാറുകയാണ്. കാരണം ന്യൂനപക്ഷങ്ങൾ ആരാണ് ഇന്ത്യയിൽ? അത് മുസൽമാനും ക്രൈസ്തവനുമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ന്യൂനപക്ഷങ്ങളെ ചവിട്ടി താഴ്ത്തുമ്പോൾ ആരും മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. ഞാൻ ഹിന്ദുവാണ്, എനിക്ക് ഈ വിഷയത്തിൽ മിണ്ടാതിരുന്നാലും എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ ഞാൻ മിണ്ടാതിരിക്കുമ്പോൾ എന്റെ മനസാക്ഷി ഉണ്ടല്ലോ, അത് അമ്മിക്കല്ലിലിട്ട് അടിച്ച് പൊളിക്കുന്നതിന് തുല്യമായ വേദന എനിക്കുണ്ട്. മിണ്ടാതിരിക്കാൻ കഴിയില്ല. ചത്താലും മിണ്ടിക്കൊണ്ടേയിരിക്കും. ഈ രാജ്യം ജനാധിപത്യ രാജ്യമായി, മതേതര രാജ്യമായി, ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനൊക്കെ ഒരുമിച്ച് ആ പഴയ നാളിൽ ജീവിച്ചതുപോലെ ഒരു മതവിദ്വേഷവും ഇല്ലാതെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ചത്താലും നിർത്തുകയില്ല ഞാൻ. ഇനി അടുത്ത ഒരു വീഡിയോ ആണ്. ഉത്തർപ്രദേശിലെ ക്രിസ്ത്യൻ പള്ളിക്ക് മുന്നിൽ ഹനുമാൻ ചാലിസ പാടി ബജ്രംഗ് ദൾ പ്രവർത്തകർ. കാണാം. ഇതൊക്കെ ചൊല്ലേണ്ട സ്ഥലങ്ങളിൽ ചൊല്ലാതെ മറ്റുള്ള ആളുകളുടെ വിശ്വാസങ്ങൾ തകർക്കാൻ വേണ്ടി ചൊല്ലുമ്പോ കർമ്മ എന്നൊന്നുണ്ട്, തിരിച്ച് കിട്ടിയിരിക്കും നിങ്ങൾക്കൊക്കെ. ഈ രാജ്യമെങ്ങാനും ഹിന്ദു രാജ്യമായ ഈ കൈകൊട്ടി പാടിയ ഇവര് തന്നെ ആദ്യം പുറത്തു പോകും. കാരണം മനുസ്മൃതിയിൽ ബ്രാഹ്മണനാണ് സ്ഥാനം, അതിന് താഴെ കിടക്കുന്നവനെല്ലാം വേലക്കാരനും പോരുന്നവനുമാണ് എന്ന ബോധം ഇവർക്കില്ലാതെ പോകുന്നതാണ് ഏറ്റവും വലിയ തമാശയായിട്ട് എനിക്ക് തോന്നുന്നത്. UPയിൽ ഒരു BJP നേതാവ് ഉണ്ടായിരുന്നു. BJPയുടെ എന്തോ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ഒരു സെക്രട്ടറിയോ അങ്ങനെ എന്തോ. ആള് ഒരു ദിവസം കണ്ണടച്ച് തുറക്കുമ്പോൾ തന്റെ വീട് ഇരുന്ന ഇരിപ്പിൽ തകർന്നു വീഴുന്നതാണ് കാണുന്നത്. പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോ യോഗിയുടെ ബുൾഡോസറുകൾ വന്ന് തന്റെ വീടുകളും തന്റെ വേണ്ടപ്പെട്ട ആളുകളുടെ വീടുകളും തകർത്ത് തരിപ്പണമാക്കുന്നു. ദളിതനായതുകൊണ്ട് മിണ്ടാൻ കഴിയാതെ ഓച്ചാനിച്ച് അംബ്ര ഓ അംബ്ര എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കേണ്ട അവസ്ഥ വന്നു. ആ വീഡിയോയിൽ അയാള് സ്വന്തം കയ്യിൽ കെട്ടിയ രാഗി ചരട് വലിച്ച് പൊട്ടിച്ച് നിന്ന് കരയുന്നത് നമ്മൾ കണ്ടതാണ്. നിങ്ങൾ ഹിന്ദു രാജ്യമാക്കണം എന്ന് ആഗ്രഹിച്ച് ഈ രാജ്യമെങ്ങാനും ഹിന്ദു രാജ്യമായാലുണ്ടല്ലോ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു രാജ്യമാവില്ല ഇത്. ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കിൽ നാളെയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പരിതാപകരമായിരിക്കും. ഇവരെയൊക്കെ കണ്ട് നോർത്ത് ഇന്ത്യൻസിനെ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ കേരളത്തിൽ ഇവർക്ക് വോട്ട് ചെയ്യണം കേട്ടോ. അവരെ അങ്ങ് ജയിപ്പിച്ച് വിടണം കേട്ടോ. ഒരവസരം ഞങ്ങൾക്ക് തരൂ എന്ന് പറയുന്ന വാക്ക് കേട്ട് നിങ്ങൾ വോട്ട് ചെയ്യുമ്പോ നാളെ നമ്മുടെ എല്ലാവരുടെയും വീടിന് മുന്നിൽ ഒരു ദണ്ഡുമായി ഇവർ വന്നു നിൽക്കും. ഒരു തർക്കവും കാര്യത്തിൽ വേണ്ട. മൂന്ന് ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് നോർത്ത് ഇന്ത്യയിലെ സംഘികള് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ക്രിസ്ത്യൻ പള്ളികൾ തകർക്കുന്നു, മാളുകളിലുള്ള ഈ മരങ്ങളും മറ്റുള്ള സംവിധാനങ്ങളൊക്കെ തല്ലി തകർക്കുന്നു. എന്നിട്ട് നീട്ടിയൊരു വിളിയുണ്ട്, ജയ് ശ്രീറാം എന്നുള്ളത്. ആ വിളി കേൾക്കുമ്പോ തന്നെ ഇപ്പോ ഭയമാണ് നമുക്ക് എല്ലാവർക്കും. ഒരു പക്ഷെ ഉറക്കത്തിൽ പോലും ആ നാട്ടിലെ കുഞ്ഞുങ്ങൾ കേട്ട് ഞെട്ടി ഉണരാൻ സാധ്യതയുള്ള ഒരു വാക്കാണ് ജയ് ശ്രീറാം എന്നുള്ളത്. ഇനി ഒരു വീഡിയോയും കൂടി ഞാൻ കാണിച്ചു തരാം. ABVP പ്രവർത്തകര് ഒരു സ്കൂൾ മൈതാനത്തിൽ അല്ലെങ്കിൽ ഒരു കോളേജ് അങ്കണത്തിൽ ഒരുക്കി വെച്ചിരുന്ന അലങ്കാരങ്ങൾ നശിപ്പിക്കുന്നതാണ്. കാലം ഒന്നിനും മറുപടി കൊടുക്കാതെ കടന്നു പോകില്ല എന്ന് വ്യക്തമായിട്ട് അറിയാം. BJPയുടെ കയ്യിൽ നിന്നും ഒരു തവണ ഈ രാജ്യം കോൺഗ്രസിന്റെ കയ്യിലോ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിലോ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ നാട്ടിലുള്ള ആളുകൾ മനസ്സിലാവുള്ളൂ. പണ്ടെങ്ങോ കോൺഗ്രസ്സുകാരുണ്ടാക്കി വെച്ച
പല കാര്യങ്ങളും ഞങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ കാണിക്കുന്ന മണ്ടത്തരങ്ങളും നമ്മൾ കാണുന്നുണ്ട് എന്ന കാര്യം മറക്കാതിരിക്കുക. ഇന്ന് ക്രൈസ്തവന്റെ നേരെയും അവർ വിരൽ ചൂണ്ടി. മുസ്ലിങ്ങളെ തല്ലുമ്പോഴും ദളിതരെ തല്ലുമ്പോഴൊന്നും ആരും മിണ്ടിയില്ല. അവസാനം ക്രൈസ്തവന്റെ നെഞ്ചത്തോട്ടും കൂടി അവരെത്തി. ഇനി ആരുടെയെല്ലാം നെഞ്ചത്ത് അവർ കൈവയ്ക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കേരളത്തിൽ ഒരിക്കലും ഒരു അവസരം അവർക്ക് അതിന് ഉണ്ടാക്കി കൊടുക്കാതിരിക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് കേവലം സമ്പത്തിന് വേണ്ടിയിട്ട് BJP-യിലേക്ക് പോകുന്ന മുസംഗികളോടും കൃസംഗികളോടും ദളിതരോടും കൂടിയിട്ടാണ് പറയാനുള്ളത്. നാളെ നിങ്ങൾ ഇതിന് അനുഭവിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവർ നിങ്ങൾ അനുഭവിപ്പിച്ചിരിക്കും, നിങ്ങളെ അവർ നരകിപ്പിച്ചിരിക്കും. ആകെ ഒരു ലക്ഷ്യമേ ഉള്ളൂ, അത് ഹിന്ദു രാജ്യമാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ഈ വിഷയത്തിൽ ഒരു വിരല് പോലും എണക്കാത്തത്. മറ്റു രാജ്യങ്ങളിൽ പോയി നരേന്ദ്രമോദി ക്രിസ്മസ് ആഘോഷിക്കുന്നു. ക്രൈസ്തവ രാജ്യങ്ങളിലാണ് കൂടുതൽ പോകുന്നത്, അവിടെ അതിന് ആഘോഷങ്ങളിലെ ഭാഗമാകുന്നു. പക്ഷെ ഇവിടെ ഇതിനൊരു മറുവശമുണ്ട് എന്ന് ആ രാജ്യക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് മുഴുവൻ വീട്ടിലേക്ക് മടങ്ങാനുള്ള അവസരം ഉണ്ടാക്കി തരും അവര്. ഇവിടെ സംഘികൾ കാണിക്കുന്ന ഈ പേക്കൂത്തിന് മറ്റ് രാജ്യങ്ങളിൽ പണിക്ക് പോയിട്ടുള്ള ഒന്നും അറിയാത്ത പാവങ്ങളാണ് അനുഭവിക്കാൻ പോകുന്നത്. കണ്ണടച്ചിരുട്ടാക്കല്ലേ എൻ്റെ പ്രധാനമന്ത്രിയോടാണ് പറയാനുള്ളത്. ഇത് കണ്ണു തുറന്ന് കാണുക, എന്നിട്ട് അവരോടൊന്ന് അടങ്ങിയിരിക്കാൻ പറയുക. ലോകരാജ്യം ഇന്ത്യയെ തുറിച്ചു നോക്കാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുക. നമ്മുടെ നാട് വലിയ ഉയർച്ചയിലാണെന്ന് നമ്മൾ പറയുമ്പോഴും ഇത്തരം ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ, ഈ രാഷ്ട്രീയ പാർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും താഴെയാണ്. ഈ വിഷയത്തിലൊന്നും സുരേഷ് ഗോപിക്കൊന്നും പറയാനുണ്ടാവില്ല. കുറച്ച് യൂട്യൂബോളികളായിട്ടുള്ള സംഘികൾ എന്തെങ്കിലുമൊക്കെ കിടന്ന് പുലമ്പിക്കൊണ്ടേയിരിക്കുന്നുള്ളതാണ്. ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഇവർ അഴിഞ്ഞാടുമ്പോൾ അങ്ങനെ ഒന്നില്ല എന്ന് അവർക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് അവരുടെ തൊലിക്കട്ടി. പരമാവധി ഷെയർ ചെയ്യുക, ജനങ്ങൾ മുഴുവൻ അറിയട്ടെ. കൃസംഗികളെയും മുസംഗികളെയും മാറ്റി നിർത്താൻ കൂടി അവർ മനസ്സിലാക്കട്ടെ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.